ബ്രോക്കർ സൈജുവിനോട് തോണ്ടാൻ വന്നവരൊക്കെ ഇപ്പൊ മണ്ണ് പറ്റി കിടപ്പാ. സൈജു സ്പിരിറ്റ് കിടത്തുന്നതും പോലീസ് പിടിക്കുന്നതൊന്നും ആദ്യമായിട്ടല്ല. അതിന്റെ പേരിൽ എന്നെ കോടതിയിലോട്ട് വരത്തരുത്. അതിപ്പോ താനായാലും ശരി, തന്റെ വക്കീലായാലും ശരി. ടീച്ചർ അമ്മേ അമ്മേ എങ്ങനെയുണ്ട് എന്താ അപ്പൻ? കൊള്ളാം, ഇത്തവണ മോശമാക്കിയിട്ടില്ല. ഞാൻ ഇത് കേട്ടപ്പോഴേ സാറിനെ വിളിച്ചു പറഞ്ഞതല്ലേ, ഗംഭീര ബിജിഎം. നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന്റെ അപ്പുറത്ത് ഹോണ്ടിങ് മോഡ് വർക്കൗട്ട് ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറഞ്ഞേക്കട്ടെ? അപ്പൊ നിങ്ങളാണ് നമ്മുടെ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ. കൺഗ്രാറ്റ്സ്. താങ്ക് യു സർ. എടാ ഈ ബിജിഎം പോലെ തന്നെ നമ്മുടെ പാട്ടുകളും ഗംഭീരമാക്കണം. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും അല്ലേ? അപ്പാ, എൻ്റെ ആദ്യ സിനിമയുടെ അഡ്വാൻസ് ആണ്. അത് കയ്യിൽ വെച്ചോ. പിന്നെ നമ്മുടെ മോൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നില്ലേ ഒരു മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന്? ആ ഒരു സന്തോഷത്തിൽ തന്നല്ലേ, വാങ്ങായിരുന്നില്ലേ? അവൻ ആഗ്രഹിച്ചിടത്ത് അവനെത്തുന്നു. അവനേക്കാൾ ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ അവൻ അധ്വാനിച്ച കാശ് അവൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നതല്ലേ നമ്മുടെ സന്തോഷം. നമുക്ക് 27 ഡേറ്റ് അങ്ങ് ഫിക്സ് ചെയ്താലോ? ശബാനോട് അങ്ങനെ പറഞ്ഞാലോ? ഞാനൊന്ന് നോക്കട്ടെ, ആലോചിച്ച് പറയാം. അച്ഛോ, എന്താടാ അബി, നിന്റെ പറമ്പിടുത്തൊക്കെ എവിടെ വരെ ആയി? അടുത്തെങ്ങാനും കാണാൻ പറ്റുമോ? പറ്റണം അല്ലടാ. പിന്നല്ലാതെ ഈ വർഷം ഉണ്ടാവുന്ന ഉറപ്പാ. ഓ, ഇത് ഞാൻ കുറെ കേട്ടതാ.
എടാ കൊച്ചനെ ഇത് വല്ലതും നടപ്പുള്ള കേസാണോ? എന്റെ ടീച്ചർ ഒരാങ്ങൾ അങ്ങ് UK-ലല്ലയോ? അതെ. അവരോട് പറഞ്ഞ് ഇവനെ അങ്ങ് കൊണ്ടുപോകാൻ പറ. എന്റെ പൊന്നച്ചോ, നാളെ 4 പേരറിയുന്ന ഒരു കലാകാരനാകേണ്ട ചക്കനാണ് അവൻ. അവനെ ഒന്ന് വെറുതെ വിട്ടേക്ക്. അല്ലെങ്കിൽ ഇവനിനി പുറത്തു പോയി കാശുണ്ടാക്കിയിട്ട് വേണ്ട പള്ളിപ്പാടന്റെ കുടുംബത്തിന് കഴിയാൻ. അല്ലടാ, ചുമ്മാ ലോക ഇട്ടോണ്ട് ഇറങ്ങിയേക്കാണ് പിള്ളേരെ വെറുതെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നീ ഒന്ന് പോടാവൂ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഉണ്ടല്ലോ അല്ലേ? സിദ്ധാർത്ഥ് വാ, ഡയറക്ടർ വാ. മ്യൂസിക് ഡയറക്ടർ എബി വാ, വാ, വാ. മ്യൂസിക് ഡയറക്ടർ ഇങ്ങോട്ട് വാ. രവി, എബി നീ എന്താ ഇവിടെ? എടാ, JP സാറിന്റെ പുതിയ പടത്തില് ഞാനും മഹിയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോ അവസാനം അതൊക്കെ സംഭവിച്ചു. കൊറേ അലഞ്ഞല്ലടാ, ദൈവം കാണാണ്ടിരിക്കും. മാർത്താണ്ഡ, തനിക്ക് പറ്റിയ ഒരാളെ ഞാൻ പരിചയപ്പെടുത്തരാം. എന്റെ അടുത്ത പടത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. ഉഗ്രം പാട്ടുകളാ. സ്ഥിരം തള്ളുന്നല്ലോ അല്ലേ? എന്റെ ഏത് പടത്തിലെ പാട്ടുകളാണോ മോശമായിട്ടുള്ളത്? ഞാൻ അത്ര മ്യൂസിക് സെൻസ് ഇല്ലാത്ത ഒരാളാണോ? എബി, എബി ഇങ്ങ്. ദേ, ഇതാണ് എബി, എന്റെ അടുത്ത പടത്തിലെ മ്യൂസിക് ഡയറക്ടർ. ആണോ? എടാ, എന്തായാലും ആ പാർട്ടിക്ക് പോയത് നന്നായിട്ടാ. കുറെ സിനിമാക്കാരെ പരിചയപ്പെടാൻ പറ്റിയല്ലേ? അത് ശരിയാ. എന്തായാലും നമ്മൾ ഇനി രക്ഷപ്പെടുന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായി. എന്തായാലും ഈ വർഷം നമ്മുടെ പടം ഇറങ്ങും. നീ കണ്ടോ? അത് ഹിറ്റായിരിക്കും. ഒതുക്കിടാ സാർ. എന്താടാ, നിന്റെ വണ്ടിക്ക് ഒരു ഹെഡ്ലൈറ്റേ ഉള്ളോ? നീ എന്താടാ പരിങ്ങുന്നേ? ഇറങ്ങി വേടാ. സാറേ, അത് പിന്നെ വണ്ടി വരണ വഴിക്കൊന്ന് തട്ടി സാറേ. എവിടാ ചേടാ? സാറേ, അവിടെ പോയി. മഹി ഐശ്വര്യമുണ്ട്. ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം ക്ലിയർ ആയി. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്. ഇവരാ ഹോസ്പിറ്റലിൽ എത്തിച്ച്. ഇവിടെ എത്തിക്കുമ്പോഴേക്കും ആക്സിഡന്റ് കഴിഞ്ഞ് കുറെ സമയം കഴിഞ്ഞിരുന്നു. അവൻ പോയി, അത് നീ ഒന്ന് ഉൾക്കൊള്ളു.